വിവിധ ജില്ലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. ചാവക്കാട് തിരുവത്രയ്ക്ക് ഭൂമിക്കടിയിൽ പ്രകമ്പനം. 2 ക്വാർട്ടേഴ്സുകളിലെ ചുവരുകളിൽ വിള്ളൽ രൂപപ്പെട്ടു. പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ ഭരണകൂടം. തൃശൂരിൽ ഇത്തവണ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഉൾപ്പെടെ എല്ലാ ഓണാഘോഷങ്ങളും ഒഴിവാക്കി കോർപ്പറേഷൻ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വയനാട് ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആശ്വാസമാകുമെന്നും സുരേന്ദ്രൻ. കൊടുങ്ങല്ലൂർ തീരദേശ മേഖലയിലെ അവയവ കച്ചവട മാഫിയയെക്കുറിച്ച് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം അവയവദാതാക്കളെയും ഇടനിലക്കാരെയും ചുറ്റിപ്പറ്റി. പാലിയക്കര ടോൾ ബൂത്തുകളിൽ അശാസ്ത്രീയമായ ഹമ്പുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതി. ഓരോ ഫാസ്ടാഗ് ട്രാക്കുകളിലും ടോൾ കമ്പനി 2 ഹമ്പുകൾ വീതമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ പലയിടങ്ങളിലും ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. വയനാട് എടക്കലിൽ ഉഗ്രശബ്ദം കേട്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞു. എടക്കൽ മലയുടെ സമീപമാണ് ശബ്ദം ഉണ്ടായത്. പ്രദേശത്ത് നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി തുടങ്ങി. പിണങ്ങോടും അസാധാരണ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കുറിച്യാർമല, അമ്പലവയൽ, നെന്മേനി, പാടിപ്പറമ്പ് മേഖലയിലും അസാധാരണ ശബ്ദം ഉണ്ടായി. ഇടിമുഴക്കത്തേക്കാൾ വലിയ ശബ്ദമാണ് കേട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. കോഴിക്കോട് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ, തൃത്താല, ലക്കിടി, ഒറ്റപ്പാലം, വാണിയംകുളം എന്നിവിടങ്ങളിലും മലപ്പുറം ജില്ലയിലെ എടപ്പാളിലും മുഴക്കം അനുഭവപ്പെട്ടു. അതേസമയം പ്രതിഭാസം ഭൂമികുലുക്കം മൂലമല്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ചാവക്കാട് തിരുവത്ര പുതിയറയിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കത്തോടെയുള്ള പ്രകമ്പനം അനുഭവപ്പെട്ടു. 2 ക്വാർട്ടേഴ്സിലെ ചുമരുകളിൽ വിള്ളൽ രൂപപ്പെട്ടു. പുതിയറ RC മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിലെ 3 റൂമുകളിലും താഴത്ത് സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സലാം ക്വാർട്ടേഴ്സിലെ 1 റൂമിലുമാണ് വിള്ളൽ രൂപപ്പെട്ടത്. വിവരമറിഞ്ഞ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, മണത്തല വില്ലേജ് ഓഫീസർ PS അനിൽകുമാർ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ MR രജിത് കുമാർ എന്നിവർ സ്ഥലത്തെത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടറേറ്റിലേക്ക് നൽകിയതായി തഹസിൽദാർ TP കിഷോർ പറഞ്ഞു. അതേസമയം സെന്റർ ഫോർ സിസ്മോളജി ഇത് ഭൂമികുലുക്കമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച ജിയോളജിസ്റ്റ്, ഭൂജല വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘത്തോട് കൂടുതൽ പരിശോധനകൾ നടത്താൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. കോട്ടേഴ്സിൽ നിന്ന് അവരെ TV ഒക്കെ അടിച്ചു പോയി, അവരെ ചെമറിന് വിള്ളൽ വന്നെന്നുള്ള ശബ്ദം കേൾക്കണേ. അപ്പം ഞാൻ എൻ്റെ റൂമിൽ പോയി നോക്കി നോക്കുമ്പോൾ വീടിൻ്റെ ചെമരൊക്കെ വിണ്ടിട്ടുണ്ട്. അപ്പോഴാണ് അംസക്കാട് പറയുന്നത്. അപ്പോൾ അംസക്കാട് വീടിൻ്റെ ചെമരും വിണ്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഒരുവിധ വീടിനൊക്കെ ഇവിടെയൊക്കെ വിള്ളൽ വന്നിട്ടുണ്ട്. കോട്ടേഴ്സാണ് അതിൽ 5 വിള്ളൽ എല്ലാ വീടിനും വിള്ളൽ വന്നിട്ടുണ്ട്. റൂമിലും ബാത്റൂമിലും സിറ്റ് ഔട്ടിലും ഒക്കെ ചെമരുകൾക്ക് വിള്ളലാണ് വന്നിട്ടുള്ളത്. പുലിക്കളി അടക്കമുള്ള എല്ലാ ഓണാഘോഷങ്ങളും ഒഴിവാക്കി തൃശൂർ കോർപ്പറേഷൻ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്താനിരുന്ന എല്ലാ ഓണാഘോഷ പരിപാടികളും ഒഴിവാക്കിയത്. ഇതോടെ കോർപ്പറേഷൻ ഡിവിഷൻ തല ഓണാഘോഷം, കുമ്മാട്ടി, പുലിക്കളി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളും ഒഴിവാക്കും. ഇത് സംബന്ധിച്ച് മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന കക്ഷി നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള ആദരസൂചകമായി കോർപ്പറേഷൻ കൗൺസിലർമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഓണാഘോഷ പരിപാടികളുടെ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഇതിനായി സ്വരൂപിച്ച പണം വയനാടിന് നൽകണമെന്നും മേയർ MK വർഗീസ് അഭ്യർത്ഥിച്ചു. വയനാടിന് വേണ്ടി, വയനാടിൽ നമ്മളെ വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷന്റെ പരിധിയിലുള്ള എല്ലാവരും തന്നെ ഇതിനോട് സഹകരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിൽ പങ്കുചേർന്ന് ഇത് ഓണാഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തികം മൊത്തം ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവരൊക്കെ സഹകരിച്ച് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതേസമയം കുമ്മാട്ടി, പുലിക്കളി സംഘങ്ങൾ ആഘോഷങ്ങൾ ഒഴിവാക്കി അതാത് ദേശങ്ങളിൽ ചടങ്ങ് മാത്രമായി നടത്താനും ആലോചനയുണ്ട്. TCV തൃശൂർ. തൃശൂരിൽ ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയതോടെ പുലിക്കളി സംഘങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്.
തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം പ്രതീക്ഷിച്ച പുലിക്കളി ഒരുക്കവുമായി മുന്നോട്ടു പോയ പുലിക്കളി സംഘങ്ങൾ കയ്യിൽ നിന്നെടുത്തും കടം വാങ്ങിയും പുലിവേഷക്കാർ, ടേബ്ലോ, ആർട്ടിസ്റ്റ്, മേളം എന്നിവയ്ക്ക് നൽകിയ അഡ്വാൻസ് തുകകൾ എന്തു ചെയ്യും എന്നറിയാതെ നെട്ടോട്ടത്തിലാണ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ തൃശൂർ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും അനുഭാവപൂർണമായ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പുലിക്കളി സംഘം. ആദ്യഗഡു ധനസഹായമായി പ്രഖ്യാപിച്ച സംഖ്യയെങ്കിലും ടീമുകൾക്ക് നൽകി കടക്കെണിയിൽ നിന്നും രക്ഷിക്കണമെന്നാണ് പുലിക്കളി സംഘങ്ങളുടെ ആവശ്യം. വയനാട് ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ചൂണ്ടലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭാ ഉപസമിതി ഇത് സംബന്ധിച്ച് കാര്യക്ഷമമായി നടപടിയെടുക്കുന്നില്ല. മന്ത്രിമാർ എല്ലാ ദിവസവും രാവിലെ ദുരന്തസ്ഥലം സന്ദർശിക്കുന്നതല്ലാതെ ഇത് സംബന്ധിച്ച യാതൊരു കൂടിയാലോചന നടത്തുന്നില്ലെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. മന്ത്രി ഉപസമിതി കളക്ടറേറ്റിലിരുന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന നടപടിയാണ് എടുക്കേണ്ടത്. പുനരധിവാസത്തിനുള്ള സ്ഥലം കണ്ടെത്താൻ മന്ത്രിസഭാ ഉപസമിതി നടപടിയെടുക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ദുരന്തത്തിനിരയായവർക്ക് വലിയ ആശ്വാസമാകും. വയനാടിന്റെ സമ്പൂർണ്ണ പുനരധിവാസമാണ് സർക്കാർ ഉറപ്പാക്കേണ്ടത്. കഴിഞ്ഞ 2 ദുരന്തങ്ങളിലും പുനരധിവാസം നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിച്ചത്. ഇത്തവണ അത് പാടില്ല. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP ഇടപെടുമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. വയനാടിനെ സമ്പൂർണ്ണമായിട്ട്, കാരണം കഴിഞ്ഞ 2-3 അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ നടന്ന മെല്ലെപ്പോക്കും അലംഭാവവും അത് ഇത്തവണത്തെ പുനരധിവാസത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതിൽ കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. തീർച്ചയായിട്ടും അതിനെ കൊടുങ്ങല്ലൂർ തീരദേശ മേഖലയിലെ അവയവ കച്ചവട മാഫിയയെ സംബന്ധിച്ച് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തുകാരായ അവയവദാതാക്കളെയും ഇടനിലക്കാരെയും ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം നടക്കുന്നത്. അവയവം നൽകിയവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലയെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ശേഖരിച്ചു വരികയാണ്. അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അല്ലാത്തവർക്കായി അവയവം ദാനം ചെയ്യുന്നത് അടുത്ത കാലത്ത് വർദ്ധിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവയവദാതാക്കൾ മാഫിയയുടെ ഇടനിലക്കാരായി മാറുന്നതായും സൂചനയുണ്ട്. മേഖലയിലെ അവയവ കച്ചവടത്തെക്കുറിച്ച് ഗൌരവതരമായ അന്വേഷണം നടത്തണമെന്നും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പൊതുപ്രവർത്തകനായ ഷമീർ കടമ്പോട്ട് ആവശ്യപ്പെട്ടു. സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ പ്രധാനമായിട്ടും ഇപ്പോൾ വന്നിട്ടുള്ളത്. ടാക്സി ജീവനക്കാർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളെ അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ പ്രലോഭിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരികയും ഈ ഏജന്റുമാരെ തമ്മിൽ മുട്ടിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊതു ഗതാഗത സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഇതിൻ്റെ ഏജന്റുമാരാണ്. ഇവരൊക്കെ പ്രധാനമായിട്ടും ഉന്നം വെക്കുന്നത് ഈ തീരദേശ മേഖലയിലുള്ള പാവപ്പെട്ട ആളുകൾ, കോളനികൾ, തീരദേശ മേഖലകൾ ഒക്കെ തന്നെയാണ് ഉന്നം വെക്കുന്നത്. തീരദേശം കേന്ദ്രീകരിച്ചുള്ള ചില ഡ്രൈവർമാരുൾപ്പെടെ വിവിധ തൊഴിൽ മേഖലകളിലുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. സാമ്പത്തിക ബാധ്യത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ യുവതികളെയാണ് ഇവർ പ്രലോഭിപ്പിച്ച് അവയവദാനത്തിന് തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ അവയവദാനം നടത്തിയവർ തന്നെ അടുത്ത ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും സ്വാധീനം ചെലുത്തി അവയവദാനം നടത്തിച്ച സംഭവങ്ങളും നിരവധിയാണ്. സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി പ്രകാരമുള്ള അവയവദാനത്തിന് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരുമെന്നതിനാൽ പലരും ഇടനിലക്കാർ വഴിയുള്ള അവയവ കൈമാറ്റത്തെയാണ് ആശ്രയിക്കുന്നത്. പാലിയക്കര ടോൾ ബൂത്തുകളിൽ അശാസ്ത്രീയമായി ഹമ്പുകൾ സ്ഥാപിച്ചതിനെതിരെ പരാതി. ഓരോ ഫാസ്ടാഗ് ട്രാക്കുകളിലും ടോൾ കമ്പനി 2 ഹമ്പുകൾ വീതമാണ് സ്ഥാപിച്ചത്. ടാഗ് റീഡ് ചെയ്യുന്ന ബൂത്ത് എത്തുന്നതിന് തൊട്ടുമുൻപാണ് ഹമ്പുകളുള്ളത്. ബസ്, ലോറി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളുടെ മുൻപിലും പുറകിലുമുള്ള ചക്രങ്ങൾ ഈ ഹമ്പുകളിലാണ് കയറി നിൽക്കുന്നത്. ടാഗ് റീഡ് ചെയ്ത ശേഷം വാഹനങ്ങൾ ഹമ്പിൽ നിന്നിറങ്ങിയാൽ പുറകിലുള്ള വാഹനങ്ങളിൽ ഇടിക്കാൻ സാധ്യതയേറെയാണ്. ടോൾ ബൂത്തുകളിൽ വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കാത്തു നിൽക്കുന്നതാണ് പതിവ്. ഫാസ്ടാഗ് ട്രാക്കുകളിൽ സ്ഥാപിച്ച ഹമ്പുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് തൊഴിലാളി BMS യൂണിയൻ ദേശീയപാത അതോറിറ്റിക്ക് പരാതി നൽകി. എന്നാൽ ടോൾ നൽകാതെ വേഗതയിൽ കടന്നുപോകുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനാണ് ഹമ്പ് സ്ഥാപിച്ചതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. വാഹനങ്ങൾ നിർത്താതെ പോകുമ്പോൾ ബൂത്തുകളിലെ ബാരിക്കേഡുകൾ തകരുന്നതായും ദിവസവും 100-ലേറെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ ടോൾ നൽകാതെ കടന്നുപോകുന്നതെന്നും കമ്പനി അധികൃതർ പറയുന്നു. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയർ ഫാക്ടറിയിൽ തീപിടുത്തം. ഫാക്ടറിക്കുള്ളിൽ ടയർ സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ മേൽക്കൂരയിലാണ് തീപിടുത്തമുണ്ടായത്. ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും അതിനു മുമ്പേ കമ്പനി ജീവനക്കാർ ചേർന്ന് തീയണച്ചിരുന്നു. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് കൊടകര പോലീസ് പറഞ്ഞു. കുന്നംകുളം ചൊവ്വന്നൂരിൽ 2 കിലോ ഹാഷിഷ് ഓയിലും 65 ഗ്രാം MDMA യുമായി 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു.
ഗുരുവായൂർ താമരയൂർ സ്വദേശി കുട്ടിയേരിൽ വീട്ടിൽ നിതീഷ്, പേരകം കാവീട് സ്വദേശി മുസ്ലിം വീട്ടിൽ അൻസിൽ എന്നിവരാണ് പിടിയിലായത്. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇരുവരും പിടിയിലായത്. എസ്ഐമാരായ സുകുമാരൻ, വർഗീസ് എന്നിവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാനത്തെ കായിക രംഗത്തെ തൊഴിൽ മേഖലയാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണ നിർമ്മാണോദ്ഘാടനവും മീണാലൂർ ഇൻഡോർ സ്റ്റേഡിയം നവീകരണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിന്റെ ഭാഗമായി കായിക രംഗത്ത് 10,000 തൊഴിലവസരങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കായിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പുതിയ കോഴ്സുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, സ്പോർട്സ് ഫൌണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, നഗരസഭാ വൈസ് ചെയർമാൻ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR അനൂപ് കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയിലെ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൌണ്ട് 1 കോടി രൂപയാണ് വിവിധ നവീകരണ പ്രവൃത്തികൾക്കായി ചിലവഴിക്കുന്നത്. സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നിർവഹണം നടത്തുന്നത്. ഇത്രയധികം പണം ഒരു സംസ്ഥാന ഗവൺമെന്റ് അടിസ്ഥാന കായിക വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കായിക രംഗത്തുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കായിക രംഗത്ത് ഒരു തൊഴിൽ മേഖലയായി മാറ്റുന്നുള്ള നടപടികൾ ഈ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ സാമ്പത്തിക വർഷം 10,000 തൊഴിലവസരങ്ങൾ കായിക മേഖലയിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ് നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ്. സർക്കാരിന്റെ പിടിപ്പുകേടിന്റെയും ഭരണപരാജയത്തിന്റെയും പ്രത്യക്ഷ ഉദാഹരണമാണ് സംസ്ഥാനത്താകെ തകർന്നു കിടക്കുന്ന റോഡുകളെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഏകദിന ഉപവാസ സമരം ചൂണ്ടൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, ജസ്റ്റിൻ ജേക്കബ്, മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ജില്ലാ ട്രഷറർ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ക്രിമിനൽ കേസ് പ്രതി ആരോഗ്യ പ്രവർത്തകനെയും നാട്ടുകാരെയും കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വ്യാഴാഴ്ച രാത്രി ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിലായിരുന്നു സംഭവം. 20ഓളം കേസുകളിൽ പ്രതിയായ ഷിബു S നായരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷിബുവിന്റെ ബൈക്ക് ആമ്പല്ലൂർ സിഗ്നലിൽ നിർത്തിയിട്ട കാറിനു പുറകിൽ ഇടിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പരിക്കേറ്റ ഷിബുവിനെ കൂടി നിന്നവർ ആംബുലൻസിൽ കയറ്റി അയച്ചു. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം അതേ ആംബുലൻസിൽ ഇയാൾ സംഭവസ്ഥലത്തെത്തി. നഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ചാണ് ഇയാൾ ആംബുലൻസ് തിരികെ എത്തിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതോടെ നാട്ടുകാർ ഇടപെട്ടു. ഇതോടെ കത്തിയുമായി പ്രതി നാട്ടുകാർക്ക് നേരെ തിരിയുകയായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ പുതുക്കാട് പോലീസ് അക്രമാസക്തനായ യുവാവിനെ പിടികൂടി. പരിക്കേറ്റ ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. പ്രതിക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കയ്യിൽ കിട്ടുന്ന തുണ്ടുകടലാസിൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ഡേവിസ് ആന്റണിക്ക് മനസ്സിൽ തെളിയുന്നത് പള്ളികളുടെ സങ്കല്പ ദൃശ്യങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പള്ളികൾ ഡിസൈൻ ചെയ്യാനും മേൽനോട്ടം വഹിക്കാനും കഴിഞ്ഞത് ഡേവിസിന്റെ ജീവിത നിയോഗമാണ്. മാളയ്ക്കടുത്ത് സ്നേഹഗിരി സ്വദേശി ഇലഞ്ഞിക്കൽ ഡേവിസ് ആന്റണി രാജ്യത്താകെ 126 പള്ളികളാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ 9 പള്ളികളുടെ നിർമ്മാണം നടക്കുന്നു. ചെന്നൈ അടക്കമുള്ള നഗരങ്ങളിൽ പള്ളികളുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പള്ളി നിർമ്മാണത്തിന് മുൻപ് ഡേവിസിന്റെ മനസ്സിൽ അതിന്റെ രൂപം കൺമുന്നിൽ കാണുന്നതുപോലെ പ്രകടമാകും. ഫ്രണ്ട് ഗ്രീക്ക് ആർട്ട് അങ്ങനെയുള്ള മോഡലുകളും പള്ളികൾ ചെയ്തിട്ടുണ്ട്. പോളോൺ ചർച്ചിന്റെയൊക്കെ മോഡല്, അത് നല്ല ഹൈറ്റ് ഉള്ള ഒരു പള്ളിയാണ്. അതിന്റെ ഒരു ശൈലിയിലൊക്കെ ഒരു പള്ളി ചെയ്താൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. ഇതുവരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പള്ളികളിൽ ഉയരം കൂടിയത് മേലടൂർ ഉണ്ണിമിഷ്ക പള്ളിയാണെങ്കിലും വിസ്തൃതിയിൽ മുന്നിലുള്ളത് അമ്മാടം സെന്റ് ആന്റണീസ് പള്ളിയാണ്. പരമ്പരാഗത കേരളീയ മാതൃകയിൽ തുടങ്ങിയത് ഇപ്പോൾ വിവിധ വിദേശ രാജ്യങ്ങളുടെ രീതിയിലേക്ക് മാറി. മതസൗഹാർദ്ദത്തിന്റെ മാതൃകയിൽ ആദ്യ ഡിസൈൻ തയ്യാറാക്കി. സ്വന്തം ഇടവകയായ സ്നേഹഗിരി പള്ളിയുടെ നിർമ്മാണത്തിൽ നിന്നാണ് തുടക്കം. ചാലക്കുടി റീജിയണൽ ITCയിൽ നിന്ന് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പഠനം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഫാദർ പോൾ കൊടിയൻ പള്ളി നിർമ്മാണത്തിനുള്ള രൂപകൽപ്പന തയ്യാറാക്കാനും മേൽനോട്ടം വഹിക്കാനും ചുമതലയേൽപ്പിച്ചത്. രണ്ടാമത് ഏറ്റെടുത്ത കൊന്നക്കുഴി പള്ളി ഭാരതീയ ഡിസൈനിൽ ക്ഷേത്രത്തിലെ കുത്തുവിളക്കും ചൈനീസ് പഗോഡയും ഗോതിക് ശൈലിയും ചേർത്തുള്ളതാണ്.
വീടുകളുടെ രൂപകൽപ്പന 15,000 കഴിഞ്ഞുവെന്നല്ലാതെ കൃത്യമായ എണ്ണം നിശ്ചയമില്ല. പള്ളികളുടെ ഡിസൈൻ തയ്യാറാക്കി നൽകുന്നതിനു പുറമെ പൂർത്തീകരണം വരെയുള്ള മേൽനോട്ടം ഡേവിസിന്റെയാണ്. TCV ന്യൂസ്, മാള. തളിക്കുളത്ത് കടലിൽ വല വിരിക്കുന്നതിനിടെ അടിയൊഴുക്കിൽപ്പെട്ട് മധ്യവയസ്കൻ മരിച്ചു. നമ്പിക്കടവിൽ താമസിക്കുന്ന പേരോത്ത് കുമാരന്റെ മകൻ 52 വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത്. തളിക്കുളം നമ്പിക്കടവ് ബീച്ചിൽ സീതാറാം റിസോർട്ടിന് സമീപം കടലിൽ കണ്ടാടിവല ഉപയോഗിച്ച് മത്സ്യം പിടിക്കുകയായിരുന്നു സുനിൽകുമാർ. തിരയിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്ന സുനിൽകുമാറിനെ നാട്ടുകാർ കരയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാണ്ഡിത്യത്തെ ലാളിത്യമാക്കിയ വ്യക്തിയായിരുന്നു പ്രൊഫസർ എം മുരളീധരനെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പ്രൊഫസർ എം മുരളീധരൻ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുരളീധരൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുരളിമാഷ് ജീവിച്ചപ്പോൾ മാത്രമല്ല മരിച്ചിട്ടും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചയാളാണ്. അദ്ദേഹം അധ്യാപകൻ മാത്രമായിരുന്നില്ല, അധ്യാപകരെ പഠിപ്പിച്ചിരുന്ന ആളുമായിരുന്നു. മുരളിമാഷിനെ പോലെ ഒരു മനുഷ്യനായി മാറാൻ സാധ്യമാകൂ എന്നത് പ്രധാനമാണെന്നും വയനാട് ദുരന്തം നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ അധ്യാപക പുരസ്കാരം പൊന്നാനി MES കോളേജ് അധ്യാപകനായ ഡോക്ടർ VK ബ്രിജേഷിന് മന്ത്രി സമ്മാനിച്ചു. 25,000 രൂപയും സ്മൃതിബലവും അടങ്ങിയതായിരുന്നു പുരസ്കാരം. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ഫൌണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ കൌമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വർഗീയതയുടെ വേരുകൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ സുനിൽ P. ഇളയിടം സ്മാരക പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, പുരസ്കാര ജേതാവ് ഡോക്ടർ VK ബ്രിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വാസികൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് V. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി CB. പ്രദീപ് കുമാർ, താലൂക്ക് പ്രസിഡന്റ് M. നാരായണൻകുട്ടി, കോർപ്പറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് NS. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നീണ്ട ഇടവേളകൾക്കുശേഷം നാടകവേദിയെ സജീവമാക്കിക്കൊണ്ട് തൃശൂർ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കലാസദൻ വീണ്ടും രംഗത്ത്. ശനിയാഴ്ച അന്തോണിക്കുട്ടിയുടെ ഒരു ദിവസം എന്ന നാടകം അരങ്ങേറും. ശനിയാഴ്ച തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് പ്രോഗ്രാമിനോടനുബന്ധിച്ചാണ് അന്തോണിക്കുട്ടിയുടെ ഒരു ദിവസം എന്ന നാടകം അരങ്ങേറുന്നത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിയേറ്റർ ആർട്സിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി ഇപ്പോൾ സെന്റ് തോമസ് കോളേജിലെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഫാദർ ഫിജോ ആലപ്പാടനാണ് നാടകരചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ മൂല്യത്തെക്കുറിച്ചും ജീവന്റെ സംരക്ഷണത്തെക്കുറിച്ചുമാണ് അരമണിക്കൂർ ദൈർഘ്യമുള്ള നാടകം പ്രമേയമാക്കുന്നത്. തൃശൂർ കലാസദനു വേണ്ടി അവണൂർ ജയൻ, ലാലി ജെയിംസ്, ആൻഡോ കല്ലേരി, സുജി ബൈജു, തോമസ് ഉദിനപ്പറമ്പിൽ, ആശ C. ഈനാശു, ആൻതെരേസ് റോജൻ എന്നിവരാണ് നാടകത്തിൽ വേഷമിടുന്നത്. ജീവന്റെ മൂല്യത്തെക്കുറിച്ച് സന്ദേശം നൽകുന്ന ഈ നാടകം കേരളത്തിലെ നിരവധി വേദികളിൽ എത്തിക്കാനാണ് കലാസദൻ ലക്ഷ്യമിടുന്നത്. കൾച്ചറൽ ഡെസ്ക്, TCV. കേരള പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമൃത TV ക്യാമറാമാനായിരുന്ന PV അയ്യപ്പൻ അനുസ്മരണം തൃശൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് O. രാധികയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ സെക്രട്ടറി പോൾ മാത്യു, MS. സമ്പൂർണ്ണ, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഭാരവാഹികളായ ജോയ് M. മണ്ണൂർ, A. സേതുമാധവൻ, മാധ്യമപ്രവർത്തകരായ അഞ്ജുരാജ്, ലൂവി ജോസ്, അരുൺ എഴുത്തച്ഛൻ, MS. ലിഷോയ്, AM. സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത സംഗീതജ്ഞൻ ഗുരു മങ്ങാട് നടേശന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് കേരള സംഗീത നാടക അക്കാദമി പാവന ഗുരുസ്മൃതി എന്ന പേരിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അനുസ്മരണ സംഗീത പരിപാടി സംഘടിപ്പിച്ചു. കർണാടക സംഗീതജ്ഞൻ എന്നതുപോലെ തന്നെ നിരവധി പരമ്പരകളെ കർണാടക സംഗീതത്തിന്റെ വഴികളിലൂടെ കൈപ്പിടിച്ചു നടത്തിയ മഹാഗുരുവെന്ന നിലയിലും സവിശേഷ സാന്നിധ്യമായിരുന്നു ഗുരുമങ്ങാട് നടേശനെന്ന് പാവന ഗുരുസ്മൃതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. ഏറെ സ്വാത്വിക ശോഭ പരത്തുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വം സമാനതകളില്ലാത്തതാണെന്നും മന്ത്രി ബിന്ദു വിശേഷിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കലാനിരൂപകൻ ഡോക്ടർ ജോർജ് S. പോൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി, പ്രൊഫസർ PN പ്രകാശ്, മൃദംഗവാദകൻ ഡോക്ടർ K. ജയകൃഷ്ണൻ, പിന്നണി ഗായിക N. ലതിക, സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ PR പുഷ്പാവതി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മങ്ങാട് നടേശന്റെ ശിഷ്യർ ഒരുക്കിയ സംഗീതാർച്ചന അരങ്ങേറി.
യഹിയ സിൻവാറിന്റെ മുൾച്ചെടിയും കരയാമ്പൂവും എന്ന നോവലിന്റെ മലയാളം പരിഭാഷയുടെ 2ാം പതിപ്പ് തൃശൂരിൽ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ പ്രഭാഷകൻ പി. സുരേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫിന് ആദ്യ കോപ്പി നൽകി പ്രകാശനം നിർവഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കെ. ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. KT ഹുസൈൻ, മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ C. ദാവൂദ്, RM സുലൈമാൻ, EA റഷീദ്, വിവർത്തകൻ SM സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പലസ്തീൻ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഹമാസിന്റെ പുതിയ നേതാവാണ് യഹിയ സിൻവാർ. തന്റെ ജീവിതവും പലസ്തീൻ ചരിത്രവും പോരാട്ടവും ഉൾക്കൊള്ളിച്ച ആവിഷ്കാരമായ മുൾച്ചെടിയും കരയാമ്പൂവും ഇസ്രായേൽ തടങ്കലിലിരുന്നാണ് അദ്ദേഹം രചിച്ചത്. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ജിയ അന്ന ജിനേഷ് വെങ്കല മെഡൽ കരസ്ഥമാക്കി. അണ്ടർ 15 54 കിലോഗ്രാം വിഭാഗത്തിലാണ് മെഡൽ നേടിയത്. എരുമപ്പെട്ടി സ്വദേശി ജിനേഷിന്റെയും സോണിയയുടെയും മകളാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജിയ അന്ന ജിനേഷ്. മരുഭൂമിയിൽ പച്ചപ്പൊരുക്കി ഗുരുവായൂർ സ്വദേശി. ഷാർജയിൽ കൃഷിയുടെ സാധ്യതകൾ തേടുന്ന സുധീഷ് പ്രവാസി കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവാണ്. മരുഭൂമിയിൽ കൊച്ചു കേരളം ഒരുക്കിയിരിക്കുകയാണ് ഡോക്ടർ ഗിന്നസ് സുധീഷ് ഗുരുവായൂർ. 1/4 നൂറ്റാണ്ട് മുമ്പ് ജോലിക്കായി ഗൾഫിലെത്തിയ സുധീഷിനെ കൃഷിയിലേക്ക് നയിച്ചത് ഭാര്യ രാഗി നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ചെറിയ പൊതിയിലെ വിത്തുകളാണ്. ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ തുടങ്ങിയ കൃഷി പിന്നെ മണലാരണ്യത്തിലേക്ക് മാറ്റി. ഇപ്പോൾ സുധീഷിന്റെ കൃഷിസ്ഥലം ഒരു കൊച്ചു കേരളം തന്നെയാണ്. ഒട്ടേറെ അധ്വാനിച്ചാണ് സുധീഷ് മണലിൽ പച്ച പടർത്തിയത്. സുധീഷിന്റെ നെൽപ്പാടം കാണാൻ ഇപ്പോൾ നിരവധി പേരെത്തുന്നുണ്ട്. മണലിലെ നെൽപ്പാടത്തെക്കുറിച്ചറിഞ്ഞ് ദുബായ് ഭരണാധികാരികൾ സുധീഷിന് പൂർണ്ണ പിന്തുണ നൽകി. 97 ഞാൻ അവിടെ ചെല്ലുന്നത്. കൃഷിക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ഷാർജ ഡിസ്ട്രിക്റ്റിൽ ജോയിൻ ചെയ്ത് 97. അതിനുശേഷം നമ്മൾ 2000 കൂടിയിട്ടാണ് ചെറിയ രീതിയിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. കൃഷി ചെയ്തിട്ട് കൃഷി ഒരു ജീവന മാർഗ്ഗമാക്കി തീർക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഓരോ വീടുകളിൽ പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട പച്ചക്കറി, അവർ പറയുന്ന പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അവിടെ ദുബായിലാണുള്ളത്. ഒപ്പം തന്നെ ഷാർജയിൽ ഗ്രീൻ ഹെവൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു 5.5 ഏക്കറിലൊരു ഒരു ഗ്രാമം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവിടുത്തെ സർക്കാർ അവിടെ ഗവൺമെൻറ് സപ്പോർട്ട് വിലമതിക്കാനാവാത്തതാണ്. അത്രയും സപ്പോർട്ടാണ്. കപ്പ, കരിമ്പ്, സവാള, ക്യാരറ്റ്, ഉള്ളി തുടങ്ങി ഈ കൃഷിയിടത്തിൽ വിളയുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണമേറി. സ്വന്തം കൃഷിയിടം മാത്രമല്ല, ദുബായ് ഭരണാധികാരി ഉൾപ്പെടെയുള്ളവർക്കായി കൃഷിയിടം ഒരുക്കുന്നുണ്ട് സുധീഷ്. സഹായത്തിന് 30-ലേറെ തൊഴിലാളികളും. കൃഷിയിടത്തിൽ വഞ്ചിയും കാളവണ്ടിയും ഉൾപ്പെടെ ഒരുക്കിയപ്പോൾ നാട്ടിൻ പുറത്തിന്റെ അനുഭവം തേടി ഒട്ടേറെ പേരെത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പ്രവാസി കർഷകനുള്ള പുരസ്കാരം 2 തവണ സുധീഷിന് ലഭിച്ചിട്ടുണ്ട്. ഒരു കരിവേപ്പ് ചെടിയിൽ നിന്ന് 5000 തൈകൾ ഉൽപ്പാദിപ്പിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡും തേടിയെത്തി. 4 ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സും സുധീഷിന് സ്വന്തം. സുധീഷിന്റെ കാർഷിക സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല. നാടിന്റെ പച്ചപ്പും നന്മയും മരുഭൂമിയിൽ പടർത്തി മുഴുവൻ മലയാളികൾക്കും അഭിമാനമാവുകയാണ് ഈ ഗുരുവായൂരുകാരൻ. TCV തൃശൂർ. കേന്ദ്രത്തിനെതിരെ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ തൃശൂർ കോർപ്പറേഷന് മുമ്പിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV പ്രഫുൽ ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ രാജീവ് അധ്യക്ഷത വഹിച്ചു. FSETO ജില്ലാ സെക്രട്ടറി E. നന്ദകുമാർ, കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ സുധീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം 230 ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തി നമുക്ക് പറയാൻ കഴിയും. പോളണ്ടിലേക്ക് ജോലിക്ക് വിസ വാഗ്ദാനം ചെയ്ത് 2 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം സ്വദേശി താണിക്കുന്നേൽ വീട്ടിൽ കൃഷ്ണകുമാറിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി K. സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പോത്താനിക്കാടുള്ള ഭാര്യ വീട്ടിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. മേലൂർ സ്വദേശിയായ യുവാവിൽ നിന്നാണ് പ്രതി പണം തട്ടിയെടുത്തത്. കൊരട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ OG ഷാജു, സബ് ഇൻസ്പെക്ടർ CP ഷിബു തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മുണ്ടൂർ പുറ്റേക്കര റോഡിലെ കുപ്പിക്കഴുത്ത് പരിഹരിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. ഇത് സംബന്ധിച്ച വിദഗ്ധ സമിതി യോഗം ചേർന്നു. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. നാടിന്റെ വികസന ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായി മാറുന്ന പദ്ധതി പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ച വിജയത്തിലെത്തിക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് MLA പറഞ്ഞു. വിദഗ്ധ സമിതി ചെയർമാൻ പ്രൊഫസർ ചാക്കോ ജോസ്, കൈപ്രമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു, പഞ്ചായത്ത് മെമ്പർമാരായ UV വിനീഷ്, അഖില പ്രസാദ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രിയും എല്ലാ മന്ത്രിമാരും നമ്മുടെ
നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വടക്കാഞ്ചേരിയിൽ വന്ന ഘട്ടത്തിലാണ് നിലവിലുള്ള AS റിവൈസ് ചെയ്ത് ഏകദേശം 96 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി മുണ്ടൂർ കുപ്പിക്കഴുത്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള അനുമതി ലഭിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സാമൂഹ്യ ആഘാത പഠനം നടത്തുന്നതിന് വേണ്ടി രാജഗിരി കോളേജിനെ ചുമതലപ്പെടുത്തുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിക്കുന്നതും. പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയ മാളയിലെ അമീറ സ്ഥാപനം താൽക്കാലികമായി അടച്ചിടാൻ ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി. വൃത്തിഹീനമായ അവസ്ഥയിൽ ആഹാര സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്നും അപകടകരമായ സാഹചര്യത്തിൽ തൊഴിലാളികൾ ജോലിയെടുക്കുന്നതായും കണ്ടെത്തിയതിന്റെ പേരിലാണ് നടപടി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CK ഷിബുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ചെറുതുരുത്തി പൈങ്കുളത്ത് റെയിൽവേ ട്രാക്കിൽ വയോധികയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് ഓഞ്ഞനത്ത് വീട്ടിൽ കുഞ്ഞുമുഹമ്മദ് ഭാര്യ 58 വയസ്സുള്ള മറിയക്കുട്ടിയാണ് മരിച്ചത്. പ്രവാസ ജീവിതകാലത്താണ് എഴുത്ത് തുടങ്ങിയതെന്നും ഏകാന്തതയും ഒറ്റപ്പെടലിന്റെ നൊമ്പരവുമാണ് തന്നെ സാഹിത്യത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചതെന്നും എഴുത്തുകാരൻ ബെന്യാമൻ പറഞ്ഞു. തൃശൂർ വിമല കോളേജിലെ മലയാള ഗവേഷണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മലയാള സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 21 വർഷം നീണ്ട ഗൾഫ് ജീവിതകാലത്തെ ജോലിക്കിടയിലാണ് നിരവധി പുസ്തകങ്ങൾ എഴുതിയത്. തന്റെ 6ാമത്തെ പുസ്തകമാണ് ആടുജീവിതം. നജീബിനെ കണ്ടുമുട്ടിയപ്പോൾ എഴുതിയതല്ല ആടുജീവിതമെന്നും ബെന്യാമൻ പറഞ്ഞു. പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് അധ്യക്ഷത വഹിച്ചു. മലയാള ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ നിഷ ഫ്രാൻസിസ്, കോർഡിനേറ്റർ ഡോക്ടർ R രാജി തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാറിൽ നടന്ന തൃശൂർ ജില്ലാ അമേച്ചർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ M റനീസയ്ക്ക് ട്രിപ്പിൾ സ്വർണം. അണ്ടർ 20, അണ്ടർ 23, സീനിയർ 59 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വുമൺ വിഭാഗം എന്നിവയിലാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. തൃശൂർ വിമല കോളേജിലെ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് വെള്ളറക്കാട് ആദൂർ മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങൾ നൌഷിജ ദമ്പതികളുടെ മകളായ റനീസ. ഇനി വാണിജ്യം. കർക്കിടക മാസത്തിന്റെ ഭാഗമായുള്ള തൃശൂർ വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസിന്റെ വൈദ്യ കർക്കിടക ദിൻ ശനിയാഴ്ച നടക്കും. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മുതൽ 4 വരെ വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ തൃശൂർ ബ്രാഞ്ചിലാണ് വൈദ്യ കർക്കിടക ദിൻ സംഘടിപ്പിക്കുന്നത്. വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസ് ജനറൽ മാനേജർ ആശാ സെബാസ്റ്റ്യൻ നേതൃത്വം നൽകുന്ന ദിനാചരണത്തിന്റെ ഭാഗമായി സൗജന്യ വൈദ്യപരിശോധനയും ബോധവൽക്കരണ ക്ലാസും ഔഷധ വിതരണവും നടക്കും. ഡോക്ടർ സൽമി സൈമൺ ക്യാമ്പിന് നേതൃത്വം നൽകും. വൈദ്യ കർക്കിടക ദിൻ വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസ് ചെയർമാൻ ബിജോയ് C ആന്റണി ഉദ്ഘാടനം ചെയ്യും. ജീവിതശൈലീ രോഗങ്ങളും ആയുർവേദവും എന്ന വിഷയത്തിൽ വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ലൈസ ബിജോയിയും കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഡോക്ടർ ജിബിയ ജോയിയും ക്ലാസ് നടത്തും. 5 തലമുറയുടെ അനുഭവ സമ്പത്തുമായി പ്രവർത്തനമാരംഭിച്ച വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസിന് തൃശൂർ, മുല്ലശ്ശേരി, പാവറട്ടി എന്നീ 3 ബ്രാഞ്ചുകളും അരണാട്ടുകര, കേച്ചേരി, തൃപ്രയാർ, മലപ്പുറം, എറണാകുളം എന്നിവിടങ്ങളിൽ OP ക്ലിനിക്കുകളുമുണ്ട്. ഡോക്ടർ ലൈസ ബിജോയുടെ നേതൃത്വത്തിൽ 16 ഡോക്ടർമാരും 12 ഡിപ്പാർട്ട്മെന്റുകളും കൂടാതെ സ്വന്തമായി മരുന്ന് നിർമ്മാണ യൂണിറ്റുമായി മുന്നേറുന്ന വൈദ്യമന്ദിരത്തിന്റെ വിശ്വാസ്യത നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. വെരിക്കോസ് വെയിൻ, വെരിക്കോസ് അൾസർ, ഡയബറ്റിക് അൾസർ, പക്ഷാഘാതം, ത്വക്കുരോഗങ്ങൾ, പ്രസവാനന്തര ചികിത്സകൾ, ബോൺ ആൻഡ് സ്പൈൻ ഡിസോർഡേഴ്സ് തുടങ്ങിയ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള വിദഗ്ധ ചികിത്സയും വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസ് ലഭ്യമാക്കുന്നു. ക്യാമ്പിൽ പങ്കെടുക്കുവാനും മറ്റു വിവരങ്ങൾക്കുമായി 9745722100 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6390 രൂപ, പവന് 51120 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3144 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ.
ചാവക്കാട് തിരുവത്രയിൽ ഭൂമിക്കടിയിൽ പ്രകമ്പനം, 2 ക്വാർട്ടേഴ്സുകളിലെ ചുമരുകളിൽ വിള്ളൽ രൂപപ്പെട്ടു. പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ ഭരണകൂടം. തൃശൂരിൽ ഇത്തവണ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഉൾപ്പെടെ എല്ലാ ഓണാഘോഷങ്ങളും ഒഴിവാക്കി കോർപ്പറേഷൻ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വയനാട് ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആശ്വാസമാകുമെന്നും സുരേന്ദ്രൻ. കൊടുങ്ങല്ലൂർ തീരദേശ മേഖലയിലെ അവയവ കച്ചവട മാഫിയയെക്കുറിച്ച് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം അവയവദാതാക്കളെയും ഇടനിലക്കാരെയും ചുറ്റിപ്പറ്റി. പാലിയക്കര ടോൾ ബൂത്തുകളിൽ അശാസ്ത്രീയമായി ഹമ്പുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതി. ഓരോ ഫാസ്ടാഗ് ട്രാക്കുകളിലും ടോൾ കമ്പനി 2 ഹമ്പുകൾ വീതമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.